പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നതെന്നുള്ള സംശയമാണ് ആരാധകർക്ക്. ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള ഈ ഒരു നടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും അത് കണ്ടു പഠിക്കാവുന്നത് തന്നെയാണ്. എല്ലാ പാരമ്പര്യത്തിന്റെ അതുപോലെ തഴമ്പുകളില്ലാതെ സിനിമാ ലോകത്തേക്ക് എത്തിയ PA മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയായി അല്ലെ. അദ്ദേഹത്തിന്റെ ആദ്യ പേര് PA മുഹമ്മദ് കുട്ടി എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന മമ്മൂട്ടിയാണ്. പിന്നെ അതിനുശേഷമോ ഇപ്പോൾ മമ്മൂക്കയാക്കി ആരാധകരുടെ മനസ്സിൽ ഒരു ചിരപ്രതിഷ്ഠ തന്നെ നേടിയിരിക്കുകയാണ് അദ്ദേഹം. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ വീട്ടിലെ താമസിക്കാൻ ആരാധകർക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും അവസരം ഒരുങ്ങുകയാണ്. മമ്മൂട്ടിയും കുടുംബവും വർഷങ്ങളോളം താമസിച്ച മമ്മൂട്ടിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീടാണ് ആരാധകർക്കും ടൂറിസ്റ്റുകൾക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നത്. വിക്കേഷൻ എന്ന ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് ഈ ഒരു മമ്മൂട്ടിയുടെ വീട്ടിലെ താമസം എന്നുള്ള ഒരു പദ്ധതിക്ക് പിന്നിലുള്ള ആള്. ഏപ്രിൽ 1 മുതൽ ഇവിടെ താമസിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു അവസരം ലഭിക്കൂ. നിലവിൽ ഫോൺ വഴി മാത്രമാണ് ഇത് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മമ്മൂട്ടി സ്യൂട്ട്, അതുപോലെ ദുൽഖർ അബോർഡ്, സുറുമി സ്പേസ്, ഗസ്റ്റ് റൂം എന്നിങ്ങനെ 4 മുറികളിലായിട്ടാണ് 8 പേർക്ക് താമസിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു വീട് റെനോവേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് തിയേറ്റർ, ഗാലറീസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രോപ്പർട്ടി ടൂർ ഉൾപ്പെടെ ഒരു രാത്രി ഇവിടെ തങ്ങാനുള്ള രൂപ എത്രയാണെന്നറിയാമോ? 75,000 രൂപയാണ്. വെക്കേഷൻ എക്സ്പീരിയൻസും ബൊട്ടീക് മോഡലിലാണ് ഈ ഒരു വീട് പുതുക്കി പണിതിരിക്കുന്നത്. പ്രത്യേക ഇന്റീരിയർ വർക്കുകളോടെ പതിറ്റാണ്ടുകളോളമുള്ള ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വീട് പുതുക്കി പണിഞ്ഞിരിക്കുന്നത്. 2008 മുതൽ 2020 വരെ മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ഈ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. മമ്മൂട്ടി ജീവിതത്തിൽ നല്ലൊരു പങ്ക് ചെലവഴിച്ച ഒരു വീടാണിത്. ദുൽഖറിന്റെ സിനിമ അരങ്ങേറ്റവും വിവാഹവും എല്ലാം ഈ വീട്ടിൽ നിന്നായിരുന്നു. AC ജോസഫ് റോഡിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ പഴയ വീടും മമ്മൂട്ടി പാലവും ഒക്കെ കാണാൻ ആരാധകർ പനമ്പള്ളി നഗറിൽ എത്താറുമുണ്ട്. അതേസമയം കൊച്ചിയിലെ പനമ്പള്ളി നഗർ പ്രദേശം മലയാളത്തിലെ നിരവധി അഭിനേതാക്കളും മറ്റ് സെലിബ്രിറ്റികളും താമസിക്കുന്ന ആഡംബര ലൊക്കേഷനാണ് എന്നതിനാൽ വീട്ടിൽ താമസിക്കുന്നത് ഉപയോഗപ്പെടുത്തുന്ന വഴി താരങ്ങളിൽ പലരെയും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ്. ഈ വീടിന് അടുത്ത് തന്നെയാണ് താരത്തിന്റെ പ്രിയ സുഹൃത്തായ നടൻ കുഞ്ചൻ താമസിക്കുന്നത്. എറണാകുളം ഇളങ്കുന്നത്താണ് മമ്മൂട്ടിയുടെ പുതിയ വീട്. അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഏറെ കാലത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ ആരാധകരെ ആശങ്കപ്പെടുത്തിയത്. അദ്ദേഹം ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ള വാർത്തകൾ വരെ പ്രചരിച്ചു. ഇതോടെ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ടുകൾ തള്ളി അദ്ദേഹത്തിന്റെ PR ടീം രംഗത്ത് വരികയും റംസാൻ വ്രതം എടുക്കുന്നതിന്റെ ഭാഗമായുള്ള വിശ്രമത്തിലാണെന്നാണ് മമ്മൂട്ടിയുടെ ടീം അറിയിച്ചത്. മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനും മമ്മൂട്ടിക്ക് ചില ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ് എന്നും സംവിധായകൻ അഖിൽ മാരാർ പറഞ്ഞിരുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നൽകുന്ന ഒരു താരം കൂടിയാണ് മമ്മൂട്ടി. കൃത്യമായ ഡയറ്റിംഗ് താരത്തിനുണ്ട്. 73 വയസ്സിലും ചെറുപ്പം നിലനിർത്തുന്നതിന് കാരണവും ഇതുതന്നെയാണ്. മമ്മൂട്ടിയുടെ ഭക്ഷണ രീതികളെക്കുറിച്ചും സഹപ്രവർത്തകരിൽ പലരും സംസാരിക്കാറുമുണ്ട്. ഇഷ്ടമുള്ളത് എന്തും കഴിക്കുമെന്നാൽ ഇഷ്ടമുള്ള അത്രയും കഴിക്കാറില്ല എന്നാണ് ഡയറ്റിങ്ങിനെ കുറിച്ച് മമ്മൂട്ടി പറയാറുള്ളത്. കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ഇപ്പോൾ കടന്നു പോകാറുള്ളത് എന്ന് ആരാധകരും പറയാറുണ്ട്. ഒന്നിന് പിറകെ ഒന്നായി താരം ശ്രദ്ധേയ സിനിമകൾ ചെയ്ത് ചില സിനിമകൾ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്നുണ്ട്. നിരൂപക പ്രശംസ നേടിയ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിരുന്നു. ഭ്രമയുഗമാണ് അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മമ്മൂട്ടിയുടെ ചിത്രം. അതേസമയം മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ പേര് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. മമ്മൂട്ടിയും മോഹൻലാലും 16 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത്. ഇതിനു മുൻപ് 2020 എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. ഈ ചിത്രത്തിലെ നായിക നയൻതാരയാണ്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു ഈ ഒരു സിനിമയുടെ പൂജ നടന്നത്. ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ഈ ഒരു ചടങ്ങ് നടന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു. ശ്രീലങ്ക, ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലാന്റ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായിട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് അരങ്ങേറുന്നത്. ഈ ഒരു മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഒരു കാത്തിരിപ്പിലാണ് ആരാധകർ. ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ. നവാഗതനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക. ഏപ്രിൽ 10 ചിത്രം തിയേറ്ററുകളിലും എത്തും. 90 ദിവസത്തെ ചിത്രീകരണത്തിനൊടുവിലാണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു ഗെയിം ത്രില്ലർ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുറിയാക്കോസും തരികിമയുടെ ഫിലിം സ്റ്റുഡിയോ ആയ യൂട്ട്ലി ഫിലിംസിന്റെ ബാനറിൽ വിക്രം മെഹ്റയും സിദ്ധാർത്ഥ് ആനന്ദ്കുമാറും ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച തിരക്കഥാകൃത്ത് കലു ഡെന്നീസിന്റെ മകനാണ് സംവിധായകനായ ഡിനോ ഡെന്നീസ്. തെന്നിന്ത്യൻ നടനും സംവിധായകനുമായ ഗൗതം വാസുദേവ് മേനോൻ വളരെ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്.
ബെഞ്ചമിൻ ജോഷുവ എന്നാണ് ഗൗതം മേനോൻ കഥാപാത്രത്തിന്റെ പേര്. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ പൃഥ്വിരാജ് ചിത്രം കാപ്പ, ടൊവിനോ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് ബസൂക്ക.